നിങ്ങൾ തംബ്നെയിലിൽ വായിച്ചല്ലോ ദി മോസ്റ്റ് ഷോക്കിംഗ് ക്ലൈമാക്സ്. റോന്ത് എന്ന പടം ഒരു സ്റ്റോറി ടെല്ലിംഗ് മാസ്റ്റർ ക്ലാസ് ആണ്. ഫിലിം റൈറ്റിംഗ്, ഫിലിം ഡയറക്ഷൻ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് മാസ്റ്റർ ക്ലാസ് ആണ് ഈ ഫിലിം. പക്ഷെങ്കിൽ ദ ക്ലൈമാക്സ് ഓഫ് ദിസ് ഫിലിം ലെഫ്റ്റ് മീ ഷോക്ക്ഡ്. നോട്ട് പോസിറ്റീവ്ലി ബട്ട് നെഗറ്റീവ്ലി. ഐ ടെൽ യു വൈ. വാട്ട് ഇസ് അപ്പ് ഗൈസ്, യു ആർ ഓൾറെഡി വാച്ചിങ് സിനിമ ഈസ് ലൈഫ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുതിയ മലയാളം മൂവി റോന്ത്. റോന്ത് എന്ന് വെച്ചാൽ പെട്രോൾ, ഇതാണ് ലിറ്ററൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പം ഈ മൂവിയുടെ സ്റ്റോറി എന്ന് വെച്ചാൽ രണ്ട് പോലീസ് ഓഫീസേഴ്സിൻ്റെ നൈറ്റ് പെട്രോൾ ഡ്യൂട്ടി. ഒരു രാത്രി അവർ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ അവർ കാണുന്ന സംഭവങ്ങളും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവങ്ങളും അവർ നേരിടേണ്ട സംഭവങ്ങളും ഡിഫറെൻറ്റ് കേസസും. ഇതാണ് ഈ മൂവി. ഒരു രാത്രിയിലത്തെ സ്റ്റോറിയാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഷാഹി കബീർ. ഷാഹി കബീർ ഒരു സ്റ്റാൻഡ് അലോൺ തിയേറ്റർ പുള്ളിങ് നെയിമായി മാറിയേക്കുവാണ് ഗൈസ്. ആൻഡ് അമൽ നീരദ് ഫിലിം. ഇത് മതി, ഈ പേര് മതി, എല്ലാവരും ഈ പടം കണ്ടിരിക്കും. അതുപോലെ തന്നെ ഗൈസ്, റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഷാഹി കബീർ, ദ നെയിം ഇസ് എനഫ്. ഈ പുള്ളിക്കാരൻ റീസെൻറ്റ് ടൈംസിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയേക്കുന്ന ബെസ്റ്റ് പോലീസ് ബേസ്ഡ് ക്രൈം ത്രില്ലേഴ്സ് എഴുതിയേക്കുന്ന ആളാണ്. ജോസഫ്, എലവീഴ പുഞ്ചിര, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇതെല്ലാം ഷാഹി കബീറാണ് എഴുതിയേക്കുന്നത്. ആൻഡ് ഈ പടം കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൗ ഗുഡ് ദീസ് പോലീസ് ബേസ്ഡ് ക്രൈം ത്രില്ലർ മൂവീസ് ആർ. റോന്ത് എന്ന പടം പുള്ളിയുടെ സെക്കൻഡ് ഡയറക്ടോറിയൽ വെഞ്ചറാണ്. ഇതിനു മുമ്പേ പുള്ളി എലവീഴ പുഞ്ചിര ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിംഗ് ദിലീഷ് പോത്തൻ ആൻഡ് റോഷൻ മാത്യു. ഇവർ രണ്ടുപേരുമാണ് രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഒരുമിച്ച് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയേക്കുന്നത്. അപ്പം ഈ മൂവിക്ക് ഒരു പർട്ടിക്കുലർ ക്രൈം ബേസ്ഡ് സ്റ്റോറി ഒന്നുമില്ല. ഇവർ ഈ ഒരു രാത്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കേസുകളും വേറെ ഇവൻറ്റ്സും ഇതൊക്കെ എങ്ങനെ ഇവരെ പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി അഫക്റ്റ് ചെയ്യുന്നു. നമ്മളെ ഒരു മോസ്റ്റ് റിയലിസ്റ്റിക് പോർട്രയൽ ഓഫ് എ നൈറ്റ് പെട്രോൾ കാണിക്കുന്ന ഒരു മൂവിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്ഷൻ ഹീറോ ബിജുയ്ക്കകത്ത് നമ്മൾ പോലീസ് സ്റ്റേഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്ന ഡേ ടു ഡേ ബേസിസ് മോസ്റ്റ് റിയലിസ്റ്റിക് വേയിൽ ആ മൂവി നമ്മളെ കാണിച്ചിട്ടുണ്ട്. റോന്ത് എന്ന പടം ഒരു നൈറ്റ് പെട്രോൾ ഇൻ ദ മോസ്റ്റ് റിയലിസ്റ്റിക് വേ നമ്മളെ കാണിച്ചു വെച്ചേക്കുന്നുണ്ട് ഗൈസ്. സോ ദാറ്റ്സ് ദി ഓവറോൾ പ്ലോട്ട് ഓഫ് ദിസ് ഫിലിം. ഇനി പടത്തിൻ്റെ റിവ്യൂലേക്ക് ഗൈസ്, ഐ ഓൾറെഡി ടോൾഡ് യു റോന്ത് ഇസ് എ സ്റ്റോറി ടെല്ലിംഗ് മാസ്റ്റർ ക്ലാസ്. ഫിലിം റൈറ്റിംഗ്, ഫിലിം ഡയറക്ഷൻ, പിന്നെ ഓവറോൾ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഓഡിയൻസിനെ സ്റ്റാർട്ടിംഗ് ടു എൻഡ് ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഈ മൂവി. ഞാൻ പറഞ്ഞില്ല, നൈറ്റ് പെട്രോളിംഗ് ഇറങ്ങിയിരിക്കുന്ന രണ്ട് ഓഫീസേഴ്സിൻ്റെ സ്റ്റോറിയാണ്. ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇവർ കേസസ് വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാനോ ശ്വാസം എടുക്കാൻ പോലും സമയമില്ല. ഒരു കേസ് കഴിയുന്നു, മറ്റേത് വരുന്നു, മറ്റേ കേസ് കഴിഞ്ഞ് മൂന്നാമത് വരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് ഹുക്ക്ഡ് ആണ്. ദാറ്റ് ഈസ് ഹൗ ഗുഡ് ദി ഓവറോൾ എക്സ്പീരിയൻസ് വാസ് ആഫ്റ്റർ വാച്ചിങ് ദിസ് ഫിലിം. ഇതിൻ്റെ അകത്ത് സൂസൈഡ് കേസുണ്ട്, കിഡ്നാപ്പിംഗ് കേസുണ്ട്, മിസ്സിംഗ് കേസുണ്ട്, പിന്നെ പ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ റിലേറ്റഡ് ഒരു കേസുണ്ട്. ഇങ്ങനെ കുറേ കേസുകളുണ്ട്. പക്ഷേ എങ്ങനെ ഈ പോലീസ് ഓഫീസേഴ്സിന് ഇതെല്ലാം 1 out of the hundreds of cases that they are dealing with ആണ്. ഇൻഡിവിജ്വലി ഈ കേസസ് എല്ലാം ഫ്രണ്ട് പേജ് വർത്തി ന്യൂസസ് ആണ്. പക്ഷെങ്കിൽ ഈ പോലീസ് ഓഫീസേഴ്സിന് വേണ്ടി ഇത് ജസ്റ്റ് വേറെ ഒരു കേസാണ്. ഇത് ഡീൽ ചെയ്യണം, അടുത്ത കേസിലോട്ട് പോകണം. ദാറ്റ് ഈസ് ഹൗ ഇൻറ്റൻസ് ദിസ് ഫിലിം ഇസ് ഫ്രം സ്റ്റാർട്ടിംഗ് ടു എൻഡ്. എങ്ങനെ ഈ പോലീസ് ഓഫീസേഴ്സ് ഈ കേസുകളെയൊക്കെ ഓൺ എ ഡെയിലി ബേസിസ് ഡീൽ ചെയ്യുന്നു. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോലീസ് ഓഫീസേഴ്സിന് വേണ്ടിയുള്ള റെസ്പെക്ട് ഈ പടം കഴിയുമ്പോഴത്തേക്ക് കൂടി വേറെ ലെവൽ എത്തിയേക്കാണ്. ബിക്കോസ് ദേ ഹാവ് ടു ഡീൽ വിത്ത് ഓൾ ഓഫ് ദിസ് ഓൺ എ ഡെയിലി ബേസിസ്. ഇതിൻ്റെ കൂടെ ഈ പോലീസ് ഓഫീസേഴ്സ് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എല്ലാം നമ്മൾ ഈ മൂവിക്കകത്ത് കാണുന്നുണ്ട്. ഈ രണ്ട് പോലീസ് ഓഫീസേഴ്സിൻ്റെ സംസാരവും അവരുടെ കോൺവെർസേഷൻസിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഹൗ ഡിഫിക്കൽട്ട് ഡീലിംഗ് വിത്ത് ഈച്ച് ആൻഡ് എവറി കേസ് ഇസ്. സെക്കൻഡ് പോസിറ്റീവ് ഇസ് ഈ രണ്ട് പോലീസ് ഓഫീസേഴ്സിൻ്റെ ക്യാരക്ടർ ആൻഡ് ദി ആക്ടിംഗ്. ഗൈസ്, ഈ രണ്ട് പോലീസ് ഓഫീസേഴ്സിൽ ദിലീഷ് പോത്തൻ പ്ലേ ചെയ്തേക്കുന്ന ഓഫീസറാണ് സീനിയർ ഓഫീസർ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. റോഷൻ മാത്യു പ്ലേ ചെയ്തേക്കുന്ന ഒരു ജസ്റ്റ് ഇപ്പം പോലീസ് സർവീസിൽ കയറിയ ഒരാളാണ്. അപ്പം പുള്ളിയുടെ മെയിൻ ജോബ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ആണ്, ജീപ്പ് ഡ്രൈവ് ചെയ്യണം. ദിലീഷ് പോത്തനാണ് സീനിയർ ഓഫീസർ. അപ്പോൾ ഈ രണ്ട് വേറെ എക്സ്പീരിയൻസ് ലെവലുള്ള ആൾക്കാരുടെ ക്യാരക്ടറൈസേഷൻ, ഇവർ രണ്ടുപേരും എങ്ങനെ ഈച്ച് അതറിനോട് ഇൻറ്ററാക്ട് ചെയ്യുന്നു, എങ്ങനെ ഈ രണ്ടുപേരും ഒരു സെയിം പ്രോബ്ലമിനെ ഡിഫറെൻറ്റ് വേ കൂടെ ഡീൽ ചെയ്യുന്നു, ഒരു എക്സ്പീരിയൻസ്ഡ് ആൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇതൊക്കെ കണ്ടിരിക്കുന്ന നല്ല രസമാണ്. പ്ലസ് ഈ ഹോൾ മൂവിയുടെ ഇൻറ്റൻസീവ് അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് ഇവർ രണ്ടുപേരുടെയും ഇടയ്ക്കിടയ്ക്ക് നല്ല കോമഡി ഉണ്ട്. നല്ല കോമഡി എന്ന് വെച്ചാൽ അത് ഈ ഹോൾ മൂവിയുടെ ആ ഇൻറ്റൻസ് മൂഡിനെ ഇടയ്ക്ക് നല്ലപോലെ ഒന്ന് ബ്രേക്ക് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ആ ഇൻറ്റൻസിറ്റി കൂടും, പിന്നെ ഇച്ചിരി കോമഡി വന്ന് അതൊന്ന് ബ്രേക്ക് ചെയ്യും. അപ്പം ദാറ്റ്സ് ലൈക്ക് എ ബ്രേക്കർ ഫോർ ദി ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി ഇൻ ദിസ് ഫിലിം. പക്ഷേ ഇതൊക്കെ കണ്ടിരിക്കുന്നത് നല്ല രസമാണ്. എസ്പെഷ്യലി ദിലീഷ് പോത്തൻ ആൻഡ് റോഷൻ മാത്യുയുടെ ക്യാരക്ടേഴ്സ്, കോൺവെർസേഷൻസും ഇൻറ്ററാക്ഷൻസും നല്ല രസമാണ്. നല്ല ബ്യൂട്ടിഫുള്ളി ഓർഗാനിക്കലിയാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും ഷാഹി കബീർ എഴുതിയേക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും ആക്ടിങ്ങും നല്ല അടിപൊളിയാണ്. എസ്പെഷ്യലി ദിലീഷ് പോത്തൻ. ഇൻ മൈ ഒപ്പീനിയൻ ഇത് ദിലീഷ് പോത്തൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. എന്ത് അടിപൊളി ക്യാരക്ടറാണ് പുള്ളി പ്ലേ ചെയ്തിരിക്കുന്നത്. പുള്ളി പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറുടെ പേര് തന്നെ എന്ന് വെച്ചാൽ ചൊറിയൻ യോഹന്നാൻ. പുള്ളി ഇച്ചിരി ഡിഫിക്കൾട്ട് ടു വർക്ക് വിത്ത് ക്യാരക്ടറാണ്. ആ റോഷൻ മാത്യു ആയാലും പിന്നെ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുള്ള ബാക്കി ഓഫീസേഴ്സ് എല്ലാവർക്കും ഈ യോഹന്നാൻ എന്ന് വെച്ചാൽ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. അത് നമുക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരാവശ്യമില്ലാതെ ദേഷ്യം വരുന്നത്, പിന്നെ അത് കഴിഞ്ഞ് പുള്ളി നോർമലാകുന്നത്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരാവശ്യമില്ലാതെ പിന്നെ പൊട്ടിത്തെറിക്കുന്നത്, ഇങ്ങനെ ബേഴ്സ് ഓഫ് ആങ്കർ വരുന്ന ഒരു പ്രത്യേകതര ഒരു ക്യാരക്ടറാണ് യോഹന്നാൻ. നമ്മളെല്ലാവരും ഓഫീസസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടർ നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തതാണ്. പക്ഷെങ്കിൽ പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഈ മൂവിക്കകത്ത് തന്നെ പുള്ളി ഒരു ഡയലോഗ് റോഷൻ മാത്യുവിനോട് പറയുന്നുണ്ട്, ഞാനെടുത്ത് ലീവിൻ്റെ അത്രയും പോലും സർവീസിലായിരിക്കും നിനക്ക്. അപ്പം ആ ലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുള്ളിയുടെ എക്സ്പീരിയൻസ് എത്രയാണെന്ന് മനസ്സിലാവും. ആൻഡ് ഹൗ ഹീ ഡീൽസ് വിത്ത് ദ പ്രോബ്ലം.
സെയിം പ്രോബ്ലം റോഷൻ മാത്യു ഡീൽ ചെയ്യുമ്പോൾ പുള്ളിക്ക് അത് ശരിയായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഓവറോൾ പിക്ചർ വെച്ച് നോക്കുമ്പോൾ ദിലീഷ് പോത്തൻ വന്ന് എങ്ങനെ ഡീൽ ചെയ്യുന്നു അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദി എക്സ്പീരിയൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. നൗ ഗൈസ് കമ്മിങ് ടു ദ ഷോക്കിംഗ് ക്ലൈമാക്സ് ഓഫ് ദിസ് ഫിലിം. ഈ പടം 2 മണിക്കൂറിനാണ് വെച്ചോ, 1 മണിക്കൂർ 55 മിനിറ്റ്. ദിസ് മൂവി വാസ് ഗ്രിപ്പിംഗ്, ദിസ് മൂവി വാസ് ഇൻറ്റൻസ്, ദിസ് മൂവി വാസ് റിയൽ, ഐ വാസ് ഹുക്ഡ്. പക്ഷേ ലാസ്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ ഒരു ക്ലൈമാക്സ്, ഒരു ഇവൻറ്റ് നടക്കുക. ആ ഇവൻറ്റ് നടക്കുന്നു, പടം എൻഡ് ആകുന്നു. പടം എൻഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് പേഴ്സണലി ഐ വാസ് ലൈക്ക് തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇത്രയും അടിപൊളിയായിട്ട് സ്റ്റാർട്ടിങ് ടു ഓൾമോസ്റ്റ് എൻഡ് വരെയും പടത്തിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നു, പടം തീരുന്നു. ദാറ്റ് ലെഫ്റ്റ് മീ ആസ്കിങ് ഫോർ മോർ because of how good the previous portions of the film was. This climax, was very underwhelming for me. ഇതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് സ്പോയിലർ ആയിപ്പോൾ. എനിക്ക് പേഴ്സണലി ഇത് ഒത്തിരി വീക്കായിട്ടുള്ളൊരു ക്ലൈമാക്സ്, വീക്കായിട്ടുള്ള എൻഡിങ് ആയിപ്പോയി ഫോർ സച്ച് എ ഗുഡ് ഫിലിം. ഈ ഫിലിമിന് ഒരു നല്ല കൺക്ലൂഷൻ കൊടുത്ത് ഒരു അടിപൊളി ക്ലൈമാക്സും കൊടുക്കുമായിരുന്നെങ്കിൽ, ടിപ്പിക്കൽ ഷായി കബീർ സ്റ്റൈൽ ഒരു അടിപൊളി ക്ലൈമാക്സും കൂടെ കൊടുക്കുമായിരുന്നെങ്കിൽ ഈ പടം വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം ഫിലിംസായി മാറിയാണ്. പക്ഷേങ്കിൽ ഈ ഒരു ക്ലൈമാക്സ് കാരണം ഫോർ മീ ഇറ്റ് ജസ്റ്റ് പുൾസ് ദി എൻറ്റയർ ഫിലിം ഡൗൺ. ദിസ് മൂവി ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം ഫിലിംസ്. പക്ഷേങ്കിൽ ആ ക്ലൈമാക്സിൻ്റെ ലാസ്റ്റ് 5 മിനിറ്റിലെ ആ ഒരു ഇവൻറ്റ് കാരണം ഇറ്റ് ലെഫ്റ്റ് മീ ആസ്കിങ് ഫോർ മോർ. ദാറ്റ് വാസ് മൈ ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് ഫോർ ദിസ് ഫിലിം ഗൈസ്. നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞ്, നിങ്ങൾ ഈ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു നിങ്ങൾ പ്ലീസ് കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ എൻ്റെ അഭിപ്രായമായിട്ട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്കൊരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ടോ ഇല്ലയോ, ഇതെല്ലാം ലെറ്റ്സ് ഡിസ്കസ്. ബിക്കോസ് പേഴ്സണലി ഫോർ മീ ദിസ് ക്ലൈമാക്സ് വാസ് എ ബിഗ് ലെറ്റ് ഡൗൺ. പടത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് സൂപ്പർബ് എന്ന് വെച്ചാൽ എസ്പെഷ്യലി സൗണ്ട് ഡിസൈൻ, മോനെ വേറെ പീക്ക് ലെവൽ സൗണ്ട് ഡിസൈനാണ്. പീക്ക് ലെവൽ, നല്ല അടിപൊളി സൗണ്ട് ഡിസൈൻ, നല്ല ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രാഫി, അനിൽ ജോൺസൺ തരുന്ന നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഈ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഒരുമിച്ച് വന്ന് ഈ പടത്തിൻ്റെ സ്റ്റോറി ടെല്ലിംഗ്, ഈ പടത്തിൻ്റെ ആക്ടിങ്, ഞാൻ പറഞ്ഞില്ല ഓവറോൾ സ്റ്റോറി ടെല്ലിംഗ് മാസ്റ്റർ ക്ലാസ് ആണ് ഈ മൂവി. ഈ മൂവിക്കകത്ത് റൈറ്റർ ചെറിയ ഡീറ്റെയിൽസിനെ വരെ സ്ക്രീനിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ദിലീഷ് പോത്തൻ സ്വന്തം വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ക്രിസ്ത്യൻ പാട്ടൊക്കെ പ്ലേ ചെയ്താണ് വരുന്നത്. ആ ചെറിയ ഡീറ്റെയിലിംഗ് കാരണം തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന്. അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു ലേഡി പോലീസ് ഓഫീസർ ഭർത്താവിനോട് ഫോണിൽ സംസാരിക്കുന്നു, റോഷൻ മാത്യുവോട് ഒന്ന് ദൂരെ പോയി നിൽക്കാൻ പറയുമേ. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി റോഷൻ മാത്യുവിൻ്റെ അടുത്ത് വന്ന് പറയുവാണ് എൻ്റെ ഭർത്താവിന് സംശയരോഗമുള്ള ആളാണ്, അത് കാരണമാണ് സാർ ഞാൻ ദൂരെ പോകാൻ പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അത് നമ്മൾ പടം കാണുമ്പം ഇറ്റ് ഓൾ ഫീൽസ് വെരി ഓർഗാനിക്, വെരി റിയൽ. ഇങ്ങനെ കുറേ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ 2 പോലീസ് ഓഫീസേഴ്സ് ഓടിക്കുന്ന ഈ വണ്ടി എത്ര പഴഞ്ചനാണെന്ന് ഈ വണ്ടിയുടെ കതവ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും വരുമ്പം സൗണ്ട് ഡിസൈനിങ് ആണ്. ആ സൗണ്ട് വരും, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്ര പഴഞ്ചനൊരു വണ്ടിയാണെന്ന്. ഈ മൂവിയുടെ ഇടയ്ക്ക് ഒരു ഡയലോഗും ഉണ്ട്, ഇവർ ഭയങ്കര സ്പീഡിലാണ് ഈ വണ്ടിക്കകത്ത് പോകുന്നത്. അപ്പം ദിലീഷ് പോത്തൻ പറയും, എടാ മറ്റേ വണ്ടിക്കകത്ത് എയർ ബാഗ് ഒക്കെ ഉണ്ട്, ഈ വണ്ടിക്കകത്ത് വല്ലതും സംഭവിച്ചാൽ നമ്മുടെ ശവം മാത്രമേ കാണത്തുള്ളൂ. അപ്പം ചെറിയ ഡീറ്റെയിൽസ് വരെ ദ ഡയറക്ടർ ഹാസ് ബ്രോട്ട് ഔട്ട് ബ്യൂട്ടിഫുള്ളി ഇൻ ഫ്രണ്ട് ഓഫ് us, which make this a very real yet intense and immersive cinematic experience. പടം തിയേറ്ററിൽ പോയി കാണണോ? യെസ്, ഡെഫിനറ്റ്ലി കാരണം ദിസ് ഓവറോൾ സിനിമ എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്, ലീവിംഗ് അപ്പാർട്ട് that last 5-minute climax. So guys, that is my review of the film Rond. See you guys in another video, another review. Till then, take care. Goodbye.